ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ രാവിലെ 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഡിന്നറിനായിരുന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ അത് അടിയിൽ പോയി അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മാവൊന്ന് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ബാക്കി കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ടോട്ടൽ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ നീർദോശയ്ക്കൊക്കെ മാവ് തയ്യാറാക്കിയെടുക്കുന്ന കൺസിസ്റ്റൻസിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. 1 മിനിറ്റൊക്കെ മതിയാകും. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കുക്കായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. രണ്ടെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് രാവിലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും